ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വാണിജ്യ ചർച്ച നീട്ടിവെച്ചു. 25 മുതൽ 29 വരെ നടക്കാനിരുന്ന ചർച്ചകളാണ് നീട്ടിവെച്ചത്. വാണിജ്യ കരാർ സംബന്ധിച്ച് നിർണായകമായ 6ാം റൗണ്ട് ചർച്ചകളാണ് നടക്കാനിരിക്കുന്നത്. US അധിക താരിഫ് നടപ്പാക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നീട്ടിവെച്ചത്. US വാണിജ്യ അസിസ്റ്റന്റ് സെക്രട്ടറി ബ്രണ്ടൻ ലഞ്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമാണ് നീട്ടിവെച്ചത്. ഈ മാസം 25 മുതൽ 29 വരെയാണ് ഇവരുടെ സന്ദർശനം ക്രമീകരിച്ചിരുന്നത്. ഭാരതവും US-ഉം തമ്മിലുള്ള വാണിജ്യം $191 ബില്യൺ. 2030 മൊത്തം വാണിജ്യം $500 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായുള്ള 5 റൗണ്ട് ഉഭയകക്ഷി ചർച്ചകൾ നേരത്തെ നടന്നിരുന്നു. നികുതികൾ ചുമത്തുന്നതിനും ഇറക്കുമതി സംബന്ധിച്ച ധാരണകളും വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്തു. ഇതിന് തുടർച്ചയായ 6ാം റൗണ്ട് ചർച്ചകൾ 25 മുതൽ 29 വരെ ക്രമീകരിച്ചത്. ഈ ചർച്ചകളാണ് ഇപ്പോൾ നീട്ടിവെച്ചിരിക്കുന്നത്. ഭാരതത്തിന് 50% താരിഫ് ചുമത്തിയിരിക്കുകയാണ് നിലവിൽ USA. 50%-ൽ 25% താരിഫ് ഘടകവും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുന്നതിനുള്ള പിഴയായാണ് US കണക്കാക്കുന്നത്. നിലവിൽ റഷ്യ-യുക്രൈൻ സംഘർഷം അവസാനിക്കാനുള്ള സാധ്യതകൾ തുറന്നുവരികയാണ്. ഈ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ ചുങ്കം തുടരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ചില അനിശ്ചിതാവസ്ഥകൾ അമേരിക്കയിൽ തന്നെ തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ നീട്ടിവെക്കാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുന്നത്. തുടർ ചർച്ചകൾ സംബന്ധിച്ച അറിയിപ്പ് വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.